സ്നേഹയുടെ പേരൻസ് അല്ലേ? സ്നേഹ നല്ല കാലിബറുള്ള കുട്ടിയാണ്. പക്ഷെ ഇപ്രാവശ്യം മാർക്ക് വളരെ കുറവാണ്. കുട്ടിയുടെ ഫോക്കസ് മാറിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ തോന്നുന്നുണ്ട്. വീട്ടിലെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. സാർ എന്താ ചെയ്യുന്നത്? ഞാൻ വില്ലേജ് ഓഫീസിലാണ് കാഞ്ഞിരപ്പള്ളി. മാഡം ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. എന്തായാലും ഇത്തവണത്തെ മാർക്ക് ഇങ്ങനെ പോട്ടെ. പക്ഷെ ഇത് പോരാ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടെ എഫേർട്ട് ഉണ്ടാകും. ഞാൻ ശ്രദ്ധിച്ചോളാം ടീച്ചറെ, കുഴപ്പമില്ല. ഇനി അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കാം. അവന് നല്ല മാർക്കുണ്ട്. പഠിത്തത്തിന്റെ കാര്യത്തിൽ പിന്നെ ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് വന്ന് കുട്ടികൾ പഠിപ്പിച്ചിട്ട് ഇത്രയും മാർക്ക് കിട്ടിയത്. അപ്പൊ ഈ തിരക്കിനിടയിൽ വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെ നടക്കണേ? അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ മാനേജ് ചെയ്യും. അതിലേക്ക് വലിയ സപ്പോർട്ടാണ്. നിങ്ങൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? ജോലി കഴിഞ്ഞ് വന്ന് പിള്ളേരെ പഠിപ്പിച്ച് പിള്ളേർക്ക് നല്ല മാർക്കുണ്ട്. ഇവിടെ ഓരോരുത്തരാണെങ്കിൽ ഒരു മണിയില്ല, വീട്ടിൽ പിള്ളേരെ ശ്രദ്ധിക്കും. നമുക്കൊക്കെ ഇതൊക്കെ ഇവിടെ ശ്രദ്ധിക്കാൻ ജോലിയും കഴിഞ്ഞ് വന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്. വീട്ടിലുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഈ ഫോൺ കൊണ്ട് കുത്തിട്ട് ലാപ്പ് എടുക്കും. നോക്കണേ, ഞാനപ്പോ ജയിച്ചു വിടും വീട്ടിലാവേ. ദിവ്യേ, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ. ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ഒരു ജന്മം. നിനക്ക് എന്തിന്റെ പ്രായമുള്ളൂ? എനിക്കറിയാമല്ലോ. കൂലിയില്ല. നീ അറിയാത്തക്കാരെ ഭാര്യ കണ്ടുപിടിക്കും. അവരൊക്കെ എങ്ങനെ കാര്യങ്ങൾ ഡീലിംഗ് ചെയ്യും? പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. ഇന്ന് കൊള്ളാതെയാണ് എന്റെ തലയിൽ കെട്ടിവെച്ചത്. കണക്കാൻ പോകുന്നു. എന്നാ നീ എഴുതി. ദിവ്യ, ദിവ്യ, എത്ര കാലം നിന്നെ കണ്ടിട്ട്? എന്തൊക്കെയാണ് നിന്റെ വിശേഷം? സുഖാണോ നിനക്ക്? കല്യാണത്തിന് ശേഷം നിന്നെ കണ്ടേനല്ലോ. നിന്റെ കോലൊക്കെ ആകെ മാറി. എന്താണ് നിന്റെ മുഖത്തൊരു വിഷമം പോലെ? എന്തുണ്ടെങ്കിലും എന്നോട് പറ. എന്ത് പറ്റി നിനക്ക്? പറ്റുന്നില്ല. ഓരോ ദിവസത്തിനും തന്നെ ഇല്ലാതാവുക. ഇപ്പൊ ഞാൻ ഭാര്യ മാത്രമേ. ഞാനും വീണ്ടെടുക്കാൻ ശ്രമിക്കുക.
കയ്യിലെപ്പെട്ടതുകൂടെ ഞാൻ ദിവ്യ, നമുക്ക് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കാം. നീ ആരും അല്ല എന്നുള്ള ചിന്ത നിന്റെ മനസ്സിന് എടുത്ത് മാറ്റും. ദിവ്യയായി ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും ഇവിടെ ഉണ്ട്. അല്ലാതെ മറ്റുള്ളവരുടെ ആട്ടിത്തുക്കും സഹിച്ച് ജീവിക്കേണ്ട ആളല്ലെന്ന്. യു ഹാവ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ദിവ്യ. നിയമം നമ്മളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇതിന് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യും.